ഹലോ 10ാം ക്ലാസ്സുകാരെ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മളെ LED ലാമ്പ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ LED-യുടെ 3 പ്രധാന ഭാഗങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഏറ്റവും താഴെ ഭാഗത്ത് ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ ബേസ് യൂണിറ്റ്, എന്താ പേര് അറിയാ, ബേസ് യൂണിറ്റ് എന്ന് പറയുന്നു. ആ ബേസ് യൂണിറ്റിനായിട്ട് ഇതാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഹീറ്റ് സിങ്ക്, അവിടെയാണ് ഹീറ്റിനൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ താപത്തെ ആഗിരണം ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് വെച്ചാൽ അത് ഹീറ്റ് സിങ്ക് ആണ്. ഇനി ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ഡിഫ്യൂസർ കപ്പ്, പ്രകാശം ലൈറ്റ് ഒക്കെ പുറത്തേക്ക് വരുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അതേതാണ് ഡിഫ്യൂസർ കപ്പ്. അപ്പൊ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, ഡിഫ്യൂസർ കപ്പ്. ഈ 3 നിർബന്ധമായിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ ഒരു LED എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഓർത്ത് വയ്ക്കുക, അതിന് നോ ഫിലമെന്റ് ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ നോ എനർജി ലോസ്, അവിടെ എന്ത് ചെയ്യുന്നില്ല, ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുക. ഇനി അതുപോലെ നോ മെർക്കുറി, അതുകൊണ്ട് അവിടെ എന്തില്ല, മെർക്കുറി ഇല്ലാത്തതുകൊണ്ട് അത് പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. അപ്പൊ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ LED-യുടെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ഷുവറാണ്.